ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. ലൈവിൽ ഇപ്പോൾ ബിഗ് ബോസ് വീടിന്റെ അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാനായിട്ട് ബിഗ് ബോസ് അവിടെ ഒരു ടാസ്ക് എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആക്ടിവിറ്റി ഏരിയയിൽ 4 സെക്ഷനായിട്ട് കുറച്ച് ബോട്ടിലെല്ലാം വെച്ചിട്ടുണ്ടാകും. 4 ടീമുകളായി തിരിഞ്ഞ ശേഷം ഓരോരുത്തരായി വരിയെല്ലാം നിന്നുകൊണ്ട് ആ ബോട്ടിൽ കറക്കിയിട്ട് നേരെ വീഴ്ത്തണം. അതിനുശേഷം അവിടെ 4 ടീമുകൾക്കും ഒരേപോലെ ഫുഡെല്ലാം വെച്ചിട്ടുണ്ടാകും. ഫുഡ് എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾ പുട്ടാണ് എടുക്കുന്നത് എങ്കിൽ അതിന്റെ കോംബോ ഇട്ട് ആ പഴം കൂടി കഴിച്ചു തീർക്കണം. ഒരാൾക്ക് ഒരു കോംബോ മാത്രമാണ് എടുക്കാൻ സാധിക്കുക. ഇനി വീണ്ടും എടുക്കണമെങ്കിൽ വീണ്ടും ബോട്ടിൽ കറക്കി വീത്തണം. അങ്ങനെ അവിടെ വെച്ചിട്ടുള്ള എല്ലാ കോംബോ ഫുഡുകളും ഏത് ടീമിന്റേതാണോ ആദ്യം തീരുന്നത് അവരായിരിക്കും ഈ ഒരു ടാസ്കിലെ വിജയ്. അവരിൽ ഒരാളാണ് ബിഗ് ബോസ് വീടിന്റെ അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റനും. അങ്ങനെ ആദ്യം ബോട്ടിലെല്ലാം കറക്കി വീത്തുന്നത് അർജുനാണ്. അർജുൻ ബർഗർ എല്ലാം കഴിക്കുമ്പോൾ ജിൻഡോ പറയുന്നു, അർജുൻ കമോൺ, നിന്നെ കൊണ്ട് തീർക്കാൻ സാധിക്കും. പിന്നീട് ഋഷി എല്ലാം കറക്കി ബോട്ടിലെല്ലാം നേരെ വീഴ്ത്തുന്നുണ്ട്. ഋഷി എടുക്കുന്ന കോംബോയും ബർഗറാണ്. അർജുൻ എല്ലാം ഒരു കോംബോ ബർഗർ എല്ലാം കഴിച്ച ശേഷം വീണ്ടും ബോട്ടിൽ കറക്കി വീത്തിക്കൊണ്ട് അടുത്ത കോംബോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഋഷി ചോദിക്കുന്നുണ്ട്, എന്തോന്നാണ് ഇത്? ഇവൻ ഇത്രയും ദിവസം അവിടെ പട്ടിണിയായിരുന്നു, എന്നെ കൊണ്ട് ഇങ്ങനെയൊന്നും കഴിക്കാൻ പറ്റില്ലെന്ന് ഇങ്ങനെ ഋഷിയാണ് പറയുന്നു. അർജുൻ ആണെങ്കിൽ ഭക്ഷണം എല്ലാം കഴിച്ചു മതിയായി. എന്നാലും വിജയിക്കാൻ വേണ്ടി കുത്തി നിറച്ചെല്ലാം കഴിക്കുന്ന അർജുനെയാണ് ലൈവിൽ കാണിക്കുന്നത്. ഇതുവരെയായിട്ടും ഓരോ ടീമുകളിൽ നിന്നും ബോട്ടിലെല്ലാം നേരെ വീത്തി ഭക്ഷണം കഴിക്കാനുള്ള അവസരം കിട്ടിയത് അർജുനും ഋഷിക്കും അപ്സരയ്ക്കും ഗബ്രിക്കും ഇവർക്കാണ്. അപ്പോൾ മറ്റു കുടുംബാംഗങ്ങളെല്ലാം പറയുന്നു കൊതിയാവുന്നു. ബോട്ടിലാണെങ്കിൽ വീഴുന്നുമില്ല. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ഹോട്ട്സ്റ്റാർ ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും. ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട.